നാടിനെ നാഥനില്ലാ കളരിയാക്കി മാറ്റിയ നാറികൾ. ലോകമെമ്പാടുമുള്ള മലയാളികളെ നാണം കെടുത്തുന്ന കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ ദുർഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതി 102 സീറ്റുകൾ നൽകി വിജയിപ്പിച്ച ആ UDFന്റെ അവസ്ഥ കണ്ട് അവർക്ക് വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങളിപ്പോൾ നെഞ്ചത്തടിക്കുകയാണ്. ഇത് കണ്ട് പിണറായി വിജയനും സംഘവും ചിരിച്ചാർത്തുല്ലസിക്കുകയാണ്. നിനക്കൊക്കെ ഇത് വരണമെന്നും പറഞ്ഞ്. ഓർക്കുക, ഇതുപോലെ ഗതികെട്ട ഒരു ജനതയുണ്ടോ? 10 കൊല്ലം ഈ ദുർഭൂതമൊന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് നാളുകൾ എണ്ണി കാത്തിരുന്ന മലയാളികൾക്കുണ്ടായ അടുത്ത വിധി ഇതാ. കഴിഞ്ഞ 10 ദിനമായി നാദിന്റെ കളരിയാക്കി മാറ്റി കേരളത്തെ. ഇവന്മാർ ഇവിടെ കിടന്ന് കുട്ട കളിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ ശേഷിയില്ലാത്ത ഒരു നാറിയ ഹൈക്കമാൻഡ്. ഓർക്കുക, കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിൽ ഭരണസ്തംഭനമാണ്. ഇവിടെ നാഥനില്ല. മറ്റന്നാൾ നമ്മുടെ എല്ലാ പ്രതീക്ഷയായ പൊന്നോമനകളുടെ SSLC റിസൾട്ട് വരാൻ പോവുകയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാഭ്യാസ മന്ത്രിയില്ലാതെ ഒരു നാഥനില്ലാ കളരിയായി മാറിയ ഈ കേരളത്തിൽ SSLC വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരാൻ പോവുകയാണ്. പ്രഖ്യാപിക്കുവാൻ ഇവിടെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയില്ല. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സെക്രട്ടറി ആ പ്രഖ്യാപനം നടത്തുവാൻ ഒരുങ്ങുകയാണ്. സ്കൂളുകൾ തുറക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളുമായി പോകേണ്ടുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടുന്ന ആ പ്രവർത്തനങ്ങളെല്ലാം താറുമാറായി. 2 ആഴ്ച കഴിയുമ്പോൾ സ്കൂളുകൾ തുറക്കും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള പാഠ്യപുസ്തകങ്ങൾ പോലും അച്ചടിക്കപ്പെട്ടിട്ടില്ല. വലിയ ഒരു ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. ഇപ്പോഴിതാ കാലവർഷം വളരെ നേരത്തെ എത്തി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വേനൽ മഴയുടെ കെടുതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇടിമിന്നലേറ്റ് നിരവധി പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയിൽ വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കുവാൻ ഇവിടെ ഒരു നാഥനില്ല. ആ സമയം ഓർക്കുക, മുഖ്യമന്ത്രി ആരാകും എന്ന ഒരു കാത്തിരിപ്പ് 10ാം നാൾ തുടരുകയാണ്. 3 ചേരികളായി നിന്ന്. ഓർക്കുക, ഇത് എതിരാളികൾ, രാഷ്ട്രീയ വൈരികൾ ചേർന്നുള്ള യുദ്ധമല്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ പോലും ഇപ്രകാരം ഒരു മത്സരം നമുക്ക് കാണുവാൻ സാധിച്ചില്ല. എന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിലെ 3 നേതാക്കന്മാർ ചേരി തിരിഞ്ഞ് യുദ്ധഭേരി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെതിരെ? പാർട്ടി നേതൃത്വത്തിനെതിരെ. VD സതീശന്റെ മുറ്റത്ത് നിന്ന് ഒരു പീറഹണി ഇന്ന് ഹൈക്കമാൻഡിനെ കൈ ചൂണ്ടി വെല്ലുവിളിച്ചു. രാഹുലേ, ഞങ്ങളുടെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ നിന്നെ വെച്ചേക്കത്തില്ല എന്ന് പറയുന്നു. ഇതുപോലൊരു ഗതികെട്ട ഇവനെ പപ്പുമോൻ എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറയുക. കേരള ജനത ഇതുപോലെ ഒരു തമ്പിങ് വിജയം സമ്മാനിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ ശേഷിയില്ലാത്ത ഇവൻ പപ്പുമോനല്ലാതെ ഇവൻ വേറെ ആരാണ്? അണികളും ജിഹാദികളും മാഫികളും വിരട്ടുമ്പോൾ കാച്ചട്ടയിൽ പെടുക്കുന്ന ഇവൻ എവിടുത്തെ നേതാവാണ്? ഇവനെ മുന്നിൽ നിർത്തിയാണോ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു വിജയം കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഇതിനെ BJPയും പ്രതിപക്ഷ നേതാക്കളും നല്ല രീതിയിൽ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നാണം കെട്ടവന്മാർ. ഇവനാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന തരത്തിൽ അവശേഷിച്ച ഏകതുരുത്തായ കേരളത്തിൽ, ഈ കേരളത്തിലെ കൈപ്പത്തിയെ നെഞ്ചോട് ചേർത്ത തലമുറകളായി ഈ കൈപ്പത്തി നെഞ്ചോട് ചേർത്ത മലയാളികൾ സമ്മാനിച്ച ആ വിജയത്തിന്റെ വില പോലും അറിയാത്ത ഈ നാറുകളെ വീട്ടിൽ കയറി കേരളത്തിലെ ജനങ്ങൾ ചൂലും കെട്ടുകൊണ്ട് മുക്കി, ചാണകത്തിൽ ചൂലുമുക്കി അടിക്കുന്ന ദിവസം വിദൂരമല്ല. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവന്മാർ എത്ര മണ്ടന്മാരാണെന്ന് ഓർക്കുക. ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് 10 ദിവസങ്ങൾ തള്ളി നീട്ടി. ഇപ്പോൾ ഇതാ ഈ നാണം കെട്ടവന്മാർ, ഇവന്മാർക്കൊക്കെ എന്ത് മാനേജ്മെന്റ് ടെക്നിക്കാണ് അറിയാൻ സാധിക്കുന്നത്? അതായത് 3 വിഭാഗങ്ങൾ തമ്മിൽ ചേരി തിരിഞ്ഞതെന്ന് ടെൻഷൻ അതിന്റെ പരമാവധി ഒരു മൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫലപ്രഖ്യാപനം വൈകുന്ന ഓരോ സെക്കൻഡും എന്തും സംഭവിക്കാം. ഒരു മോബ് സൈക്കോളജി, ഒരു ജനസമൂഹത്തിന്റെ സൈക്കോളജി മനസ്സിലാക്കേണ്ടുന്ന നേതാക്കന്മാർ
തങ്ങളുടെ അണികളെ തന്നെ കൊലയ്ക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഓർക്കുക, കേരളത്തിലെ ഈ നേതാക്കന്മാരുടെ വീടുകളിൽ അണികൾ തടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മനസ്സിലായി ഇത് പ്രഷറൈസിംഗ് ടാക്ടിക്സിന് പറ്റി ഏറ്റവും നല്ല അവസരമാണ്. ഇവന്മാരെ മുൾമുനയിൽ നിർത്തി ഈ നാണംകെട്ട നേതാക്കന്മാരെ, ജനങ്ങളുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ മൂങ്ങകളായ ഡെഫ് ആൻഡ് ഡംബായ കണ്ണും കാതും കേൾക്കാൻ പറ്റാത്ത ഈ നാണംകെട്ടവന്മാരെ AC റൂമിലിരുന്ന് തിന്ന് കുമ്പചാടി നടക്കുന്ന ആ പരട്ടകളെ മുൾമുനയിൽ നിർത്തി തീരുമാനമെടുപ്പിക്കുവാൻ ഇതാ ജനങ്ങൾ ഒരുങ്ങുകയാണ്. ഇതുകൊണ്ടാണ് ഇവനെ വെറും പപ്പുമോൻ, വെറും കിണകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. ഓർക്കുക, ഇത്രയും മികച്ച ഒരു അവസരം കിട്ടിയിട്ട് ഇതുപോലെ ഒരു ടെൻഷൻ മൗണ്ട് നിൽക്കുന്ന സമയത്ത് ഇയാൾ ഇപ്പോൾ ഫലപ്രഖ്യാപനം നടത്തിയാൽ കേരളം നിന്ന് കത്തും. അതിനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്രകാരം ആകാംക്ഷ വർദ്ധിപ്പിച്ച് സകല മാധ്യമങ്ങളുടെയും ശ്രദ്ധ ഈ നേതാക്കന്മാരുടെ വീട്ടുകളിലേക്ക് വന്നു. ഈ നേതാക്കന്മാരെ നമുക്കറിയാം വളരെ വലിയ മാനിപ്പുലേറ്റേഴ്സ് ആണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയും മാധ്യമങ്ങളെ വിലക്കെടുക്കുകയും സകല സംവിധാനങ്ങളെയും വിലക്കെടുക്കുവാൻ കഴിവുള്ള ഈ മാഫിയകൾ, ഈ നെറികെട്ടവന്മാർക്കിതാ ഈ നേതൃത്വം ഒരു അവസരം കൊടുത്തുകൊണ്ട് അവർ മത്സരിച്ച് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ വരെ വിലക്കെടുത്തുകൊണ്ട് അവർ പരമാവധി ആളുകളെ എൻ്റെ വീടിന് മുന്നിൽ ഡംപ് ചെയ്യുക എന്ന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ മത്സരിച്ച് പാർട്ടി പ്രവർത്തകരെന്നും പറഞ്ഞ് VD സതീശന്റെയും മറ്റു നേതാക്കന്മാരുടെയും വീടുകളിൽ ഇതാ ആളുകളെ കൊണ്ട് ടെമ്പോയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പണം വാങ്ങുന്ന സർട്ടിഫൈഡ് പെയ്ഡ് മാധ്യമങ്ങൾ ഇതാ ഇവരുടെ ഈ മസിൽ ഷോ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആവേശം അതിന്റെ വാനോളം ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെൻഷൻ പരമാവധി മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ മണ്ടന്മാർ ഒരു പ്രഖ്യാപനം നടത്തിയാൽ ഈ മോബ് വളരെ അക്രമാസക്തരാകും. അവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ഓർക്കുക, ഈ നാടിനൊരു നാഥനില്ലാത്ത അവസ്ഥയാണ്. പോലീസ് സംവിധാനം പോലും ആകെ ആശയക്കുഴപ്പത്തിലാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി ആ മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് കൊടുക്കുവാൻ പോലീസ് സംവിധാനം അവിടെ കിടക്കുന്നു. അതുപോലെ താനായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് KC വേണുഗോപാൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ് 4 ചെറുപ്പക്കാർ മരിച്ചപ്പോൾ അവർക്ക് സഹായം കൊടുക്കുവാനുള്ള ആ നിർദ്ദേശം നൽകിയത് മറ്റാരുമായിരുന്നില്ല, KC വേണുഗോപാലാണ്. അതുപോലെ രമേശ് ചെന്നിത്തലയും താനായിരിക്കും മുഖ്യമന്ത്രി എന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ പോലീസ് സംവിധാനങ്ങളും ഇതിൽ ആര് പറയുന്നത് കേൾക്കും, ആർക്ക് സപ്പോർട്ട് കൊടുക്കും, ആർക്ക് എസ്കോർട്ട് കൊടുക്കും എന്ന ആശങ്കയിലാണ്. അതുപോലെ സെക്രട്ടേറിയറ്റിലാണെങ്കിലും ഭരണസ്തംഭനം ഉണ്ടായിട്ട് 10 ദിവസമായി. ആര് പറയുന്നത് അവർ കേൾക്കും. ആളാം വീതം ഓരോരോ ചോട്ടോ നേതാക്കന്മാർ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ അവരോട് പറയുന്നു. അവർ അത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇവന്മാർ ചോദിക്കില്ലേ? ഈ പുറത്തുള്ള പ്രതിപക്ഷ പാർട്ടികളല്ല ചോദിക്കുന്നത്, ഈ പാർട്ടിയിലുള്ള ഈ 3 നേതാക്കന്മാരുടെ അണികൾ ചോദിക്കും, നീ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥന്മാർ വെള്ളം കുടിക്കും. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഒരു നോ മാൻസ് ലാൻഡ് എന്ന പോലെ അവർ ഇരിക്കുകയാണ്. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിൽ പോയാൽ, ഇതുപോലൊരു ഗതികേട് ഉണ്ടായാൽ യുവന്മാരെ, ഈ കതറിട്ടവന്മാരെ വഴിയിൽ കണ്ടാൽ വലിച്ചു വാരിയിട്ട് നാട്ടുകാർ അടിക്കുന്ന ലക്ഷണമാണ് കാണാൻ പോകുന്നത്. ഇനിയും കേരളത്തിലെ മലയാളികളുടെ ആ ക്ഷമ പരീക്ഷിക്കുവാൻ പോയാൽ ഈ നാണംകെട്ട ഈ കഞ്ഞിപ്പശയും മുക്കി നടക്കുന്ന ഈ നാറികളെ ഭിത്തിയിൽ ചേർത്ത ആൾക്കാർ മുട്ടുകാല് കയറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ക്ഷമയുടെ നെല്ലിപ്പലിക കണ്ട് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഓർക്കുക, എന്തൊരു ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നത്. മഴക്കാലം വരാൻ പോകുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നുമായിട്ടില്ല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വരാൻ പോകുന്നത് വലിയൊരു മഴക്കാലമാണ് വരാൻ പോകുന്നത്. സാംക്രമിക രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ആ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നുമായിട്ടില്ല. നമ്മളെ കാത്തിരിക്കുന്നത് ആ മഹാമാരികളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഒരു ത്രെഡ് പെർസെപ്ഷനോടുകൂടി അതിനുള്ള മുൻകരുതൽ പ്രവർത്തനങ്ങൾ എടുക്കണം. ഒന്നുമായിട്ടില്ല. അതുപോലെ പാചകവാതക ക്ഷാമം. സംസ്ഥാനത്തെ പകുതിയിലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞു. എന്തുകൊണ്ട്? പാചകവാതകം ലഭ്യമല്ല. 2 ഇരട്ടിയും 3 ഇരട്ടിയും വില കൊടുത്താൽ പാചകവാതം കിട്ടാനില്ലാത്ത അവസ്ഥ. പാവപ്പെട്ട ജനങ്ങൾ ആയിരങ്ങൾ കൊടുത്ത് ബ്ലാക്കിൽ പാചകവാതം മേടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഏത് നിമിഷവും ഇന്ധനവില കൂടാം. ഇന്ധനവില കൂട്ടുവാനുള്ള ക്രമീകരണങ്ങൾ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ധനത്തിന് വില കൂടിയാൽ സകല സാധനങ്ങൾക്കും വിലക്കയറ്റം നമ്മൾ കാണാൻ പോകുന്നത് കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വിലക്കയറ്റത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇതിനെയൊന്നും നിയന്ത്രിക്കുവാൻ പറ്റാവുന്ന ഒരു സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെടേണ്ടുന്ന അതിനായി അവൾ ജയിപ്പിച്ചു വിട്ട ഈ നാറികൾ കസേരയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് തെരുവിലടിക്കുകയാണ്. ഇവന്മാർ ചേരി തിരിഞ്ഞു നിന്ന്
ആ കസേരയ്ക്ക് വേണ്ടി അടിക്കുന്ന ഇവന്മാരെ കാലേവാരിൽ ജനങ്ങൾ തറയിലടിക്കുന്ന ദിവസങ്ങൾ വരും. മണിക്കൂറുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇനി ഇവന്മാർ മര്യാദയ്ക്ക് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇവന്മാരെ ജനങ്ങൾ ഇറങ്ങി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വരും. പ്രിയമുള്ളവരെ, എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളോട് പറയുവാനുള്ളത്, ഇവന്മാർ ഈ നാറിയ പണിയുമായിട്ട് പോയാൽ നമ്മൾ അടുത്ത ദിവസം തന്നെ സേവ് കേരള മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഇവന്മാരുടെ ആ നാറിയ വെള്ളയമ്പലത്തുള്ള KPCCയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് നമ്മൾ കുറ്റിച്ചൂലുമായുള്ള യാത്ര നമ്മൾ നടത്തുവാൻ പോവുകയാണ്. ആ യാത്രയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നമ്മൾ ഇവന്മാരെ ആക്രമിക്കാൻ പോകുന്നതല്ല, വളരെ സമാധാനപരമായ രീതിയിൽ കുറ്റിച്ചൂലേന്തുന്നത് ഈ നാണം കെട്ടവന്മാരെ, അവന്മാരെ നമ്മൾ പ്രതീകാത്മകമായി ചാണത്തിൽ മുക്കിയടിക്കുന്ന ആ പ്രതീതി ഉണ്ടാക്കുവാൻ വേണ്ടി ആണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആരെയും ആക്രമിക്കില്ല, ആരെയും വ്യക്തിഹത്യ ചെയ്യില്ല. ഇവിടുത്തെ സംവിധാനങ്ങൾക്കെതിരെ, നമ്മൾ നിയമവാഴ്ചകൾക്കെതിരെ നമ്മൾ ഒന്നും പറയില്ല. പക്ഷേ ഈ നാണം കെട്ടവന്മാർക്കെതിരെ, ഇവന്മാരുടെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ഈ കാര്യപ്രാപ്തി ഇല്ലായ്മയ്ക്കെതിരെ, ഈ ശേഷിയില്ലായ്മയ്ക്കെതിരെ ശക്തമായ സ്വരമുയർത്തുവാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് നമ്മൾ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവന്മാർക്ക് നമ്മൾ അൾട്ടിമേറ്റം കൊടുക്കുകയാണ്. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് കേരളത്തിനൊരു നാഥനുണ്ടായില്ലെങ്കിൽ നിന്നെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. കേരളത്തിലെ ജനങ്ങൾ സ്വയം അവരുടെ നേതാവിനെ പ്രഖ്യാപിക്കും. നിന്നെയൊക്കെ വലിച്ചിറക്കി തെരുവിലിറങ്ങിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞ ജനങ്ങളുടെ ഒരു പൾസ് അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ റെഡിയാണ് ഇവന്മാർക്കെതിരെ പ്രതികരിക്കുവാൻ, ഇവന്മാരെ നിലയ്ക്ക് നിർത്തുവാൻ. ഇവന്മാരുടെ ഉടയാത്ത കഞ്ഞിപ്പശയും മുക്കി നടക്കുന്ന ഈ നാറിയ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് ഇത്തരം തരവഴികളാണ് ഇവന്മാർ കാണിക്കുന്നതെങ്കിൽ, ഈ വരാൻ പോകുന്ന 5 വർഷക്കാലം ഇവന്മാർ ഈ നാറിയ പണിയുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇവന്മാർക്ക് ശക്തമായ താക്കീത് നൽകുവാൻ കേരളത്തിലെ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പറയുന്നു. ഓർക്കുക, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ ചേരിതിരിഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഈ ഗ്രൂപ്പിസം കൊണ്ട് തകർന്നടിഞ്ഞ് നാറി ഈ ഇന്ത്യയിൽ ഇത് തകർന്നടിഞ്ഞ് ഇപ്പോൾ ആകെ അവശേഷിച്ച ഒരു തുരുത്തായി മാറി ഈ കേരളം. ഈ കേരളത്തിൽ മാത്രമേ ഇന്ന് ഈ പ്രസ്ഥാനമുള്ളൂ. എന്നിട്ട് ഇവന്മാരുടെ നാറിയ ഹൈക്കമാൻഡ് എന്നും മെട്ടെ കമാൻഡ് എന്നും പറഞ്ഞ് യാതൊരു ഡിസിഷനും എടുക്കാൻ ശേഷിയില്ലാത്ത ഒരു ലോ കമാൻഡ്, ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഇല്ലാത്ത, ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ലാത്ത, ഒരു ശേഷിയില്ലാത്ത, ഒരു നേതാക്കന്മാരെ അനുസരിക്കാത്ത അണികളുള്ള ഈ നാറിയ പ്രസ്ഥാനത്തിനാണല്ലോ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നോർത്ത് ഓരോരുത്തരും ഇന്ന് സഹതപിക്കുകയാണ്. ഇനിയും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവന്മാർ ഈ കാണിച്ച ഇവന്മാരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മ കൊണ്ട്, ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഴിവില്ലായ്മ കൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ആ ഗ്രൂപ്പിസം ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഹൈക്കമാൻഡിന്റെ ചെലവിൽ കേരളത്തിൽ ഇപ്പോൾ ഇതാ വ്യക്തമായ 3 ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ഇവിടെ എ ഗ്രൂപ്പ് എന്നോ I ഗ്രൂപ്പ് എന്നോ Z ഗ്രൂപ്പ് എന്നോ Y ഗ്രൂപ്പ് എന്നോ ഒന്നുമല്ല. ഇവിടെ കൃത്യമായ 3 ചേരിതിരിവ്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള VD ഗ്രൂപ്പ്, KC ഗ്രൂപ്പ് എന്ന KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്, RC എന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള RC ഗ്രൂപ്പ്, അങ്ങനെ 3 കൃത്യമായ ചേരിതിരിവുകളും ഒരു ഗ്രൂപ്പും ഉണ്ടെന്നുള്ളത് ഈ നേതാക്കന്മാർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ 3 പേരുടെ പിന്നിൽ അണിനിരക്കുവാൻ പറ്റാവുന്ന MLA-മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, ആണികളുണ്ട്. അന്നേരം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ 3 ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് ഇവന്മാർക്ക് ഒന്നിനെ ഈ അധികാരമോഹികളായ, അധികാരഭംഗമുണ്ടായ നേതാക്കന്മാർ ആങ്ങളകത്താലും നാത്തൂന്റെ കണ്ണീര് കാണണം എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവന്മാർ പ്രവർത്തിക്കുവാൻ പോകുന്നത്, ഇവന്മാർക്ക് ചിരി വരുന്നു. ഇവന്മാരാണ് പറഞ്ഞത് ടീം UDF. ചിരിപ്പിച്ച് ഈ നാറുകൾ നമ്മളെ കൊല്ലും. ടീം UDF. നിങ്ങൾ വിസ്മയം കാണും എന്ന് ഇവൻ ഒലത്തിയത് ഇത്രയും വലിയ വിസ്മയമാണെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു, i2i ന്യൂസ് ഇതാ ഒരു പ്രവാചക ശബ്ദം പോലെ കഴിഞ്ഞ് 250 ദിവസമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇവൻ സോഷ്യോപാത്താണ്. ആ സോഷ്യോപാത്ത് തന്റെ ലക്ഷ്യം കാണുവാൻ ഏതറ്റം വരെയും പോകും, ഏത് ഹീനമായ മാർഗവും കാണും. ഇവൻ ആരെയും അംഗീകരിക്കത്തില്ല. ഇവന് ഒരു യൂണിറ്റി ഓഫ് കമാൻഡിനെ ബഹുമാനിക്കുന്നതില്ല. തന്റെ ലക്ഷ്യം കാണുവാൻ ഏതറ്റം വരെ പോകും എന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടോ, പാർട്ടി നേതൃത്വമാകപ്പെട്ടു. പാർട്ടി നേതൃത്വത്തിന് വിധേയപ്പെടത്തില്ല. പാർട്ടി നേതൃത്വം തന്നെ തന്റെ അണികളെ വെച്ച് അവൻ വെല്ലുവിളിക്കുന്നു. എന്നെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിന്റെയൊക്കെ ഇടപാട് ഞങ്ങൾ തീർക്കുമെന്ന് പീറെ അണികളെ വെച്ച് പാർട്ടി അധ്യക്ഷനെ വിരട്ടിയ ഒരു സോഷ്യോപാത്ത്. ഇതുപോലെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏഷ്യാനെറ്റ് എന്ന മാധ്യമം മാസങ്ങളായി ഇവന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ ഒരു തത്സമയ സംരക്ഷണം. നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ ആവേശകരമായ ഇന്ത്യ പാകിസ്ഥാൻ വാർ,
ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വളരെ ആവേശത്തോടെ കമന്ററി പറഞ്ഞ് ജനങ്ങളെ ത്രസിപ്പിച്ച് ആ ക്യാമറയുടെ ആ ടിവിയുടെ മുന്നിൽ ആകാംക്ഷാഭരിതരായി മണിക്കൂറുകളോളം ഇരുത്തുന്നത് പോലെയാണ് ഇന്ന് രാവിലെ മുതൽ തത്സമയം ഈ വി ഡി സതീശന്റെ ആലുവയിലുള്ള ആ വീടിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം ഏഷ്യനെറ്റ് ആ പണി കൃത്യമായി ചെയ്യുന്നു. വി ഡി സതീശന്റെ വായ്ത്താരികൾ പാടുന്നു. PR ഏജൻസികൾ പരമാവധി നാട്ടുകാരെ ആ വീടുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഒരു ഭീതി ക്രിയേറ്റ് ചെയ്യുന്നു. കേരളത്തിലെ ജനവികാരം എന്ന് പറയുന്നത് വി ഡി സതീശനോടൊപ്പമാണ്. വി ഡി സതീശന്റെ വീട്ടിന് മുന്നിൽ കേരളത്തിലെ ഒരു നല്ല വിഭാഗം ആളുകളും തങ്ങിക്കൂടിയിരിക്കുന്നു. അവർ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രഖ്യാപനം കേട്ട ശേഷം മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെ തരത്തിലുള്ള ഒരു ഫീല്, ഒരു ടെൻഷൻ അവർ മൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയോ ദിവസങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇതാ നമ്മൾ സാക്ഷ്യം വെച്ചിരിക്കുന്നു. എൻ്റെ സംവിധാനത്തെ, ഈ പാർട്ടിയുടെ നേതൃത്വത്തെ തന്നെ വെല്ലുവിളിച്ച് ചോദ്യം ചെയ്ത് ചലഞ്ച് ചെയ്ത് ഇതാ ആ കസേര പിടിച്ചു പറിച്ച് തൻ്റെ വരുതിയിലാക്കി അതിലിരിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇതാ കേരളത്തിൽ KPCC ആസ്ഥാനത്ത് ആളുകൾ തിങ്ങിനിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ ആളുകൾ കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ വി ഡി സതീശന്റെ വസതിയിൽ ആളുകൾ കൂടിയിരിക്കുന്നു. എല്ലാ ആളുകളും ടിവിയുടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെയും മുന്നിലാണ്. കാരണം അവർക്കറിയണം ആരാകും നമ്മളെ വരാൻ പോകുന്ന 5 കൊല്ലം നയിക്കാൻ പോകുന്ന നേതാവ് എന്നുള്ള ആകാംക്ഷയിലാണ്. ഇത്രയും മാനിപ്പുലേറ്ററായ ഒരു വി ഡി സതീശൻ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ആയിരക്കണക്കിന് ആളുകൾ വിളിച്ചു പറയുമ്പോഴും അതാണ് യഥാർത്ഥ ജനവികാരം എങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇതാ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനകീയ വികാരം മുഴുവൻ വി ഡി സതീശന് അനുകൂലമാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സകല മാധ്യമങ്ങളെയും ഈ മാഫിയകൾ വിലക്കെടുത്ത് തത്സമയം സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന മലയാളികളെ, നിങ്ങൾ ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾ തുറന്നാൽ അത് ഏത് ചാനലെന്നില്ല, ഈ മുഖ്യ ധാരാ മാധ്യമങ്ങളിലുള്ള സകല മാധ്യമങ്ങളും ഇപ്പോൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് കൂടുതലും വി ഡി സതീശന്റെ വീട്ടിലെ ആ വസതിയിലെ ആളുകളെയാണ്. അവർ അതിനെ വലിയ ഹൈപ്പ് കൊടുത്ത് വലിയ ഒരു ജനക്കൂട്ടം, വലിയ ഒരു ആൾക്കൂട്ടം വി ഡി സതീശന്റെ മുന്നിലുണ്ട് എന്ന തരത്തിൽ ജനവികാരം മുഴുവൻ അയാൾക്ക് അനുകൂലമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട പപ്പു ചെറുക്കൻ അല്ലാതെ തന്നെ ഇതൊക്കെ കണ്ടാൽ കേട്ടാൽ തന്നെ പെടുക്കുന്ന പപ്പുമോൻ 4 സ്നഹി വെച്ചിട്ടും അതിനകത്ത് പെടുത്ത് വരണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. സമയത്ത് ഫലപ്രഖ്യാപനം വന്ന് 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർക്ക് ഒരു ഫലപ്രഖ്യാപനം നടത്താൻ പറ്റുമായിരുന്നു. വളരെ വ്യക്തമായ ലീഡ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ആ പ്രോട്ടോകോൾ അനുസരിച്ച് അവർ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയെ, ഒരു പാർലമെന്ററി കാര്യ സമിതിയെയും അതിൻ്റെ നേതാവിനെയും തിരഞ്ഞെടുക്കുന്നത്, അതിന് പരമാവധി 2 ദിവസമേ ആവശ്യമുള്ളായിരുന്നു. വളരെ ക്ലാരിറ്റിയുള്ള ഫീഡ്ബാക്കാണ് കിട്ടിയത്. ഏതാണ്ട് ഭൂരിപക്ഷം MLA-മാരും തങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ഈ AICC അയച്ച നിരീക്ഷകരോട് അവർ കൃത്യമായി പറഞ്ഞു. അതുപോലെ ഘടകകക്ഷികളും അവരുടെ നിലപാട് വ്യക്തമാക്കി. അത് കേട്ട ശേഷം അവർ പാസാക്കിയ ആ പ്രമേയപ്രകാരം AICC-ക്ക് ഒരു പ്രഖ്യാപനം നടത്തിയാൽ മാത്രമേ മതിയായിരുന്നു. എന്നാൽ ഈ ഗാന്ധി കുടുംബത്തിന്റെ വീട്ടിൽ അരങ്ങേറിയ നാടകങ്ങൾ ശ്രദ്ധിക്കണം. ഈ വി ഡി സതീശന് വേണ്ടി പ്രവർത്തിക്കുന്ന മാഫിയ ഗ്രൂപ്പ് ഇവരുടെ വീട്ടിൽ അന്തഛിദ്രം ഉണ്ടാക്കാൻ നോക്കി. സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും കയ്യിലെടുത്ത് റോബർട്ട് വദ്ര എന്ന് പറയുന്ന ആ മാഫിയകളുടെ കയ്യിലെ കളിപ്പാവ ആ ബിസിനസ്സുകാരൻ തൻ്റെ ഭാര്യയെയും തൻ്റെ അമ്മായിയമ്മയെയും ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ പ്രഷറൈസ് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ ആവശ്യം യാതൊരു കാരണവശാലും KCA ആക്കാൻ പാടില്ല. മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗിൻ്റെയും മറ്റ് മാഫിയകളുടെയും ആവശ്യപ്രകാരമുള്ള വി ഡി സതീശനെ മാത്രമേ ആക്കാൻ പറ്റൂ എന്ന തരത്തിൽ അവർ ആവശ്യപ്പെട്ടു. അവരുടെ വീട്ടിൽ അമ്മയും മകളും തമ്മിൽ പ്രശ്നമായി, ആങ്ങളെയും പെങ്ങളും തമ്മിൽ പ്രശ്നമായി. അവസാനം ഇന്ന് സോണിയാഗാന്ധി ഹോസ്പിറ്റലിലാകുന്നവരെ തന്നെയുള്ള ഒരു നാടകമുണ്ടായി. അവസാനം സോണിയാഗാന്ധി മകനോട് പറഞ്ഞത്, നമ്മുടെ സഹോദരിയുടെ, നിന്റെ സഹോദരിയുടെ, എൻ്റെ മകളുടെ ഭാവി ഇല്ലാതാക്കി കളയരുത്. അവൾക്ക് ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായി അവൾ കേരളത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ അവസരം കൊടുത്തത് വയനാട്ടുകാരാണ്, അതിന് സഹായിച്ചത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ആഗ്രഹം നീ നിരസിക്കരുത് എന്ന തരത്തിൽ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പടം പോലെയുള്ള ഈ ഗാർഹയെ, ഈ റബ്ബർ സ്റ്റാമ്പിനെ, ഈ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാൻ വെക്കാത്ത ഈ ഗാന്ധി ഫാമിലിയുടെ പെട്ടിയെടുപ്പുകാരനായ ഈ വെറും മൊണ്ണയെ AICC അധ്യക്ഷനാക്കി വെച്ചതിൻ്റെ തിക്തഫലങ്ങൾ ഇപ്പോൾ ഇതാ ഈ പാർട്ടി അനുഭവിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു ദേശീയ അധ്യക്ഷൻ ഈ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നുവെങ്കിൽ വളരെ ക്യുക്കായിട്ട് ഡിസിഷൻ എടുക്കുമായിരുന്നു. ഈ ഡിസിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിയാണ്,
പലർക്കും അധികാരമോഹവും കസേരമോഹം ഉണ്ടാവും. അവരുടെ അനിഷ്ടവും ഒക്കെ അവർ പ്രകടിപ്പിക്കും, പ്രഖ്യാപിക്കും. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. അതെല്ലാം അതിൻ്റെ ഒരു കോഴ്സ് ഓഫ് ടൈം ആകുമ്പോൾ അതെല്ലാം കെട്ടടങ്ങും. എന്നാൽ ഈ സ്വന്തം പാർട്ടിയിലെ അണികൾക്ക് ചേരി തിരിഞ്ഞ് പടക്കോപ്പ് ഒരുക്കി, സ്ട്രാറ്റജി ഒരുക്കി, ഒരു യുദ്ധ സ്ട്രാറ്റജി ഉണ്ടാക്കി സ്വന്തം പാർട്ടിക്കെതിരെ പടപ്പുറപ്പാട് നടത്തുവാനുള്ള സമവും സാമഗ്രികളും സംവിധാനങ്ങളും സകലതും നൽകിയത് ഈ നാണംകെട്ട കഴിവില്ലാത്ത ഈ നാറിയ ഹൈക്കമാൻഡ് എന്ന് പറയുന്നവന്മാരുടെ പിടിപ്പുകേട് കൊണ്ടും കഴിവില്ലായ്മകൾ കൊണ്ടുമാണ്. ഇന്ന് ഈ 3 നേതാക്കന്മാരും അവരവരുടെ ശേഷിയനുസരിച്ച് അവർ പടപ്പുറപ്പാട് നടത്തി ഓരോരോ പക്ഷത്തെയും തങ്ങളോടൊപ്പം നിർത്തി ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ തങ്ങൾക്ക് അനുകൂലമായി ഈ വിധി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ കൗണ്ടർ സ്ട്രാറ്റജി അവർ ഉണ്ടായിക്കഴിഞ്ഞു. ഈ പ്രസ്ഥാനത്തെ കാത്തിരിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ഒരു അന്ധകാര ചുഴിയിൽ നിന്ന് ഇവന്മാർ എങ്ങനെ കരകയറും എന്ന് നമുക്ക് വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് ഈ പ്രഖ്യാപനം ഇവർ നടത്തും. വളരെ ലാഘവത്തോടെ എടുത്തു കഴിഞ്ഞു. ഇവന്മാർ ഓർത്തത് ഇവന്മാരുടെ പ്രഖ്യാപനത്തിന് വേണ്ടി കാലുമാട്ടി വീടുകളിൽ ആളുകൾ ഇരിക്കുകയാണെന്ന്. എന്നാലല്ല, വ്രണകർതരായ കസേരമോഹികളായ കേരളത്തിലെ ഈ മാഫിയ നേതാക്കന്മാർ സപ്പോർട്ട് ചെയ്യുന്ന ഈ നേതാക്കൾ, പ്രത്യേകിച്ച് ഈ സോഷ്യോപാത്ത് മെന്റാലിറ്റിയുള്ള നേതാവ് തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് ഞങ്ങൾ മാസങ്ങളായി പറഞ്ഞിട്ടും ഇത് മനസ്സിലാക്കിയ നേതാക്കൾ ഉണ്ടായിട്ടും വളരെ ലാഘവത്തോടെ ഈ വിഷയത്തെടുത്തു. ചുമ്മാ നൈസായിട്ട് ഇത് ഒറ്റവരി വാചകത്തിൽ ഒരു പ്രസ് റിലീസിലൂടെ ഇത് പ്രഖ്യാപിച്ചു കളഞ്ഞാൽ ഇതെല്ലാവരും തൊണ്ട തൊടാതെ വിഴുങ്ങും എന്നാണ് ഇവന്മാർ കരുതിയത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ ഇന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ ഈ അക്രമാസക്തരായ വളരെ അമിതാവേശത്തിൽ നിൽക്കുന്ന മദ്യപിച്ച് നിൽക്കുന്ന പ്രവർത്തകരെ എന്ത് ചെയ്യുമെന്ന് പറയാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് ദീപാദാസ് മുൻഷി അവസാന നിമിഷം തൻ്റെ ഫ്ലൈറ്റ് യാത്ര ക്യാൻസൽ ചെയ്തത്? യാതൊരു സംശയവും വേണ്ട, ദീപാദാസ് മുൻഷി കേരളത്തിൽ എയർപോർട്ടിലെത്തിയാൽ ഈ അക്രമാസക്തരായ ഈ നേതാക്കന്മാരുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഈ നേതാക്കന്മാരുടെ അല്ല, വി ഡി സതീശൻ്റെ ഇത്തരത്തിലുള്ള ഈ മാഫിയ അണികൾ അവരെ എയർപോർട്ടിലിട്ട് കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അവരോട് പ്രഖ്യാപിച്ചിട്ട് നീ പോയാൽ മതി എന്ന തരത്തിൽ അവരെ കൈകാര്യം ചെയ്താൽ ആ സ്ത്രീ പെട്ടുപോകും. അതുകൊണ്ട് പേടിച്ചാണ് ഇന്ന് വരാത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എത്ര ദിവസം ഇവന്മാർ ഇങ്ങനെ പ്രഖ്യാപിക്കാതെ പോകും? അവസാനം ഇത്രയും നാണം കെട്ടിട്ടും ഈ 10 ദിവസങ്ങൾ പിന്നിട്ടിട്ട് ഈ മാഫിയകളുടെയും ഈ മുസ്ലിം ലീഗിൻ്റെയും ഈ തീവട്ടികളുടെയും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ഈ അണികൾ പോലും വെല്ലുവിളിച്ച ഈ പപ്പുമോൻ ഗതികെട്ട് പേടിച്ച് നാളെ ഈ മാഫിയകളുടെ ഇഷ്ടക്കാരനായ ഈ മാഫിയകളുടെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ട ഈ രാഹുൽ ഗാന്ധിയുടെ താടിക്കെട്ട് തട്ടിക്കൊടുത്ത ഈ നേതൃത്വത്തെ വെല്ലുവിളിച്ച വി ഡി സതീശനെ നാളെ ഗതികെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നാൽ രാഹുൽ ഗാന്ധി നീ പോയി തൂങ്ങിച്ചെറുകുന്നതാണ് ഇതിനേക്കാളും നല്ലത്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ അംഗമെന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു കുറ്റിച്ചൂലുമായി ഡൽഹിയിലെ ഏതെങ്കിലും ഒരു കക്കൂസോ കുളിമുറിയോ കഴുകാൻ പോകുന്ന പണിക്ക് പോകുന്നതാണ് ഇതിനേക്കാളും നല്ലത്. ആ പണിക്ക് പോലും നിന്നെ കൊള്ളത്തില്ല എന്ന് കേരളത്തിലെ അല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വിധി എഴുതും. യാതൊരു കാരണവശാലും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് തനിക്ക് പറ്റുന്നതല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതും. ഇത്രയും സിമ്പിളായിട്ട് വളരെ ലാഘവത്തോടുകൂടി തന്നെ പരിഹരിക്കാമായിരുന്ന ഒരു വിഷയത്തെ ഇത്രയും കോംപ്ലക്സ്ഡ് ആക്കി, ഇത്രയും സങ്കീർണമാക്കി, ഇതിനെ പാച്ചപ്പ് ചെയ്യാൻ വയ്യാത്ത തരത്തിലേക്കുള്ള സ്വന്തം പാർട്ടി 3 കഷണങ്ങളായി വിഘടിച്ച് ഇത് തമിഴ്നാട്ടിൽ സംഭവിച്ചതുപോലെ തന്നെ ഇത് പൊട്ടിക്കേറി പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് മറ്റാരുമല്ല. ഇതിൻ്റെ ബ്ലെയിം മറ്റാർക്കുമല്ല. ഇതിൻ്റെ ഏക ബ്ലെയിം എന്ന് പറയുന്നത് സമയത്ത് ഈ ഫലപ്രഖ്യാപനം നടത്താൻ കഴിയാതെ പോയ കഴിവില്ലാത്ത രാഹുൽ ഗാന്ധിയിലേക്ക് തന്നെ ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു വിശാല ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാട്ടിക്കൂട്ടിയത്. ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ജനങ്ങൾ അറിയാത്ത, ചുക്കിനും ചൊണ്ടാങ്ങിനും കൊള്ളാത്ത കൊട്ടത്തേങ്ങ പരുവായ പരട്ട കിളവന്മാരെ ഇന്നലെ വിളിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഇവന്മാർ അവിടെ ചെന്ന് അമ്മമാരോട് ചോദിച്ചു, അപ്പിയിട്ടോ, വല്ലതും കഴിച്ചോ, വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അമ്മമാർ തലയാട്ടി പോയിട്ട് വെളിയിലിറങ്ങി പറഞ്ഞു, ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചു, ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മറ്റേ മായാവി സിനിമയിൽ മറ്റേ സലീം കുമാർ ഉണ്ടല്ലോ, ഗുലാന്റെ ആശാനായ ആ ഗുലാന്റെ ആശാനെ പോലെ ഈ കൊട്ടത്തേങ്ങ പരുവമായ കിളവന്മാർ കതറൊക്കെ വീണ്ടും കഞ്ഞിപ്പശ മുക്കി ഒരു അംഗത്തിനുള്ള ബാല്യം തങ്ങൾക്കുണ്ട്, തങ്ങൾ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ കറങ്ങിയടിച്ചന്മാർ ഇന്നലെയോ ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഈ ഗതികെട്ടവന്മാരുടെ അവസ്ഥ ഓർക്കുക. ഈ പ്രഹസനങ്ങളൊക്കെ പക്ഷേ കേരളത്തിലെ അരിയാഹാരങ്ങൾ
രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം, കേരളത്തിലെ ചോറുണ്ണുന്ന ആണുങ്ങൾ, കേരളത്തിലെ ചോറുണ്ണുന്ന മലയാളികൾക്ക് ഈ ഉടായ്പകളൊക്കെ മനസ്സിലാക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം ഉടായ്പകളൊക്കെ നടത്തി പ്രഹസനങ്ങളൊക്കെ നടത്തുന്നതൊക്കെ ശരി, പക്ഷേ സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അതിനകത്തൊരു അന്തസ്സുണ്ടായിരുന്നു. അതിനെ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങൾ പോലും അംഗീകരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ 10 ദിവസം, വിലപ്പെട്ട 10 ദിവസം, ഈ 10 ദിവസത്തിന് 10,000 കോടിയുടെ വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പിണറായി വിജയന്റെ ദുർഭരണത്തിൽ മനം മടുത്ത, ഓർക്കുക, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. ആ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് പോലും വോട്ട് കൊടുക്കാതെ അവരെ വെറും 3 വോട്ടുകളിൽ ചുരുക്കി ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, ഈ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത കേരളത്തിലെ മലയാളികളെ നീയൊക്കെ തൊടുമുക്കി കാണിച്ച അവസ്ഥയല്ലേ ഉണ്ടായത്? ഈ നാണം കെട്ടവന്മാർ, കതറിട്ടവന്മാർ കേരളത്തിലെ ജനങ്ങളെ മുണ്ടുപൊക്കി കാണിക്കുന്ന അവസ്ഥയല്ലേ ഉണ്ടായത്? നിന്റെയൊക്കെ വീട്ടിൽ കയറി, നിന്റെയൊക്കെ പാർട്ടി ഓഫീസിൽ കയറി, നിന്റെയൊക്കെ നടുവടിച്ച് കേരളത്തിലെ മലയാളികൾ ഓടിക്കുന്ന മണിക്കൂറുകൾ ഇതാ വരാൻ പോവുകയാണ്. എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളെ, ഈ നാണം കെട്ടവന്മാരുടെ, ഈ കാര്യപ്രാപ്തി ഇല്ലാത്ത ഈ നാറികൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ വോട്ട് കൊടുത്തത് എന്നോർത്ത് ലജ്ജിക്കുക, തലതാഴ്ത്തുക. കേരളത്തിലെ മലയാളികളെ, കേരളത്തിലെ വോട്ടർമാരെ, കേരളത്തിലെ സമ്മതിദായകരെ നാണം കെടുത്തിയ ഈ ഹൈക്കമാൻഡിനും ഈ കസേരമോഹികളായ നാറികളെയും തെരുവിലിറങ്ങുവാൻ നമ്മൾ അനുമതി കൊടുക്കരുത്. ഇവന്മാർ ഇന്ന് രാത്രിയിൽ കൂടിയിരുന്ന് ഇതിനൊരു പരിഹാരമുണ്ടാക്കി നാളെ മനസമാധാനത്തോടുകൂടി ഒന്നെങ്കിൽ ഇവന്മാർ സ്വയം പിൻവാങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവന്മാരെ നിലയ്ക്ക് നിർത്തുവാൻ ഈ പാർട്ടിക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവന്മാർ ഇനി ഭരിക്കേണ്ട. ഇതൊരു സിംറ്റമാറ്റിക്കാണ്. ഇതൊരു ക്യാൻസറിന്റെ 4th സ്റ്റേജ് എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവന്മാരെ വെച്ച് പരീക്ഷിക്കുവാൻ കഴിഞ്ഞ 10 കൊല്ലം പിണറായിയുടെ ദുർഭരണത്തിൽ സകലതും തകർന്ന നമുക്കിനി ഒരു 5 കൊല്ലം കൂടി ഈ നാറുകളെ ചുമക്കേണ്ട ബാധ്യതയില്ല. ഇവന്മാർ അടങ്ങുന്നില്ല എങ്കിൽ, ഇവന്മാർ ഒതുങ്ങുന്നില്ല എങ്കിൽ, ഇവന്മാർ കേരളത്തിലെ ജനങ്ങളെ ബഹുമാനിച്ച് നമ്മൾ മാൻഡേറ്റ് നൽകി ഭരണമേൽപ്പിച്ച് ഇവന്മാർക്ക് ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഇവന്മാർക്ക് ഒരു മുഖ്യമന്ത്രി കസേര, ഒരു സ്ഥാനാർത്ഥികളെ, ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ, ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുവാൻ സാധിച്ചിട്ടെങ്കിൽ ഈ നാറികളെ യാതൊരു കാരണവശാലും കേരളത്തിൽ കാലുകുത്തിക്കരുത്. ഇവിടെ ഉടൻ തന്നെ മറ്റൊരു ഒരു തെരഞ്ഞെടുപ്പ് വരേണ്ടുന്ന സാഹചര്യം നമുക്കുണ്ടാക്കണം. ഇവന്മാർ കരക്കിരിക്കട്ടെ. ഈ പ്രസ്ഥാനം ഈ കേരളത്തിൽ മാത്രം, ഈ തുരുത്തിൽ മാത്രം അവശേഷിക്കുന്ന ഈ പ്രസ്ഥാനം, ഈ കേരളത്തിലെ ഇവരെ നെഞ്ചോട് ചേർത്ത ഈ മലയാളികൾ ഇവന്മാരെ തൂത്ത് എറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മൾ അൾട്ടിമേറ്റം കൊടുക്കുകയാണ്. നേരം പുലരുന്നതിന് മുമ്പ് ഈ നാറികൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് യാതൊരു കമാൻഡും ഇല്ലാതെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിച്ച് മുടിപ്പിച്ച് വെണ്ണീറാക്കി ഈ ശേഷിയില്ലാത്തവന്മാർ, ഈ കഴിവില്ലാത്ത ഈ ഹൈക്കമാൻഡ് എന്നുള്ള നാറിയ പേരുകൾ നീയൊക്കെ ഉച്ചരിച്ചാൽ നിന്റെയൊക്കെ മുട്ടുകാലിന്റെ ചിരട്ട ഞങ്ങൾ അടിച്ചോടിക്കുമെന്ന് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ നാണം കെട്ടവന്മാരെ, ഗതികെട്ടവന്മാരെ, നിനക്കൊന്നും കേരളത്തിലെ ജനങ്ങളെ വെച്ച് വെല്ലുവിളിക്കുവാൻ ഞങ്ങൾ അവസരം തരത്തില്ല. 10 ദിവസം, വിലപ്പെട്ട 10 ദിവസം, 240 മണിക്കൂർ നിങ്ങളൊക്കെ ഞങ്ങളെ മോട്ടിച്ചു. 240 മണിക്കൂർ കഴിവില്ലാത്ത നിനക്കൊക്കെ വേണ്ടി ഈ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഇനി നിനക്കൊന്നും ഒരു സെക്കൻഡ് പോലും കേരളത്തിലെ ജനങ്ങൾ നൽകത്തില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ നീയൊക്കെ എന്തുണ്ടാക്കിയാലും ഇതൊക്കെ ഞങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങും, കണ്ണടച്ച് വിശ്വസിക്കും എന്നും പറഞ്ഞിരിക്കുന്ന നിനക്കൊക്കെ തെറ്റി. നാളെ നേരം വെളുക്കുമ്പോൾ വീണ്ടും ഈ പറയുന്ന ഈ തരവഴിയുമായി നീയൊക്കെ നിരത്തിലിറങ്ങിയാൽ, ഈ മാധ്യമങ്ങളിലൂടെ നിന്റെയൊക്കെ ആഭാസത്തരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചാൽ, ഈ PR ഏജൻസികളുടെ പണം വാങ്ങി തിന്നിട്ട് നിന്റെയൊക്കെ ഈ മാഫിയ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, ഓരോരോ മാഫിയ സംഘത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ഈ സംസ്ഥാനത്തെ തീരെഴുതി കൊടുക്കാമെന്നുള്ള അച്ചാരം വാങ്ങി ഓരോരോ മാഫിയകളുടെ താല്പര്യം അനുസരിച്ചിട്ട് ഓരോരോ നാറികളെ ഓരോരോ പദത്തിൽ കൊണ്ട് ഇരുത്താം. അവരെ ഇരുത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം കുനിഞ്ഞു നിന്നോളും എന്ന് കരുതിയാൽ നിനക്കൊക്കെ തെറ്റി. നിന്നെയൊക്കെ നിന്റെ പാർട്ടി ഓഫീസിൽ കയറി നിന്റെയൊക്കെ ഉടയാത്ത കതറ് കേരളത്തിലെ ജനങ്ങൾ തീട്ടം മുക്കിയ ചൂലും കൊണ്ട് അടിച്ച് നിന്നെയൊക്കെ നാറ്റിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് ഈ എന്നിലൂടെ നീയൊക്കെ കേൾക്കുന്നത് കേരളത്തിലുള്ള ഓരോ സ്ത്രീകളും, ഓരോ അമ്മമാരും, ഓരോ കുട്ടികളും, ഓരോ സംവിധായകരും നിനക്കൊക്കെ ഈ പെരുവിരലിൽ മുക്കി കുത്തിത്തന്ന കേരളത്തിലെ ഓരോ ജനങ്ങളും പറയുവാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് എന്നിലൂടെ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെയേറെ ആലോചിച്ചുറപ്പിച്ച ശേഷമാണ് ഇപ്രകാരം ഒരു ലൈവിലേക്ക് ഇന്ന് i2 ന്യൂസ് വരുന്നത്. കാരണം കഴിഞ്ഞ 250 ദിവസമായി നമുക്കറിയാം, ഒരു ചെറിയ മാധ്യമമാണ്. ഈ മാഫിയകളുടെ പണം മേടിച്ചടക്കുന്ന ഇവന്മാരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച്, ഇവരുടെ തിരക്കഥയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമല്ല. പക്ഷേ കൃത്യമായ വാർത്തകളിൽ വിഷം പുരട്ടാതെ,
കലർപ്പില്ലാത്ത വാർത്തകൾ സത്യസന്ധമായി ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 250 ദിവസം ലോക മാധ്യമ ചരിത്രത്തിൽ ഒരാൾക്കും അവകാശപ്പെടത്തില്ല ഒരു കോസിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഞങ്ങൾ നിന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ മിഷൻ 250യുടെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിണറായി വിജയന്റെ ദുർഭരണത്തിൽ മനം തകർന്ന കേരളത്തിലെ ജനങ്ങൾ, ഇവന്മാർക്ക് ഒരു സംഘടനാ ഭാവമില്ല, ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല, ഇവർ തമ്മിൽ യാതൊരു ഐക്യവുമില്ല. ഈ PR ഏജൻസികളുടെ തിരക്കഥയനുസരിച്ച് വന്നു നിന്ന് ടീം യു ഡി എഫ് നീയൊക്കെ വിസ്മയം കാണുമെന്നൊലത്തിയ ഈ വി ഡി സതീശൻ ഇവന്റെ വെറും നാവാട്ടമാണ്. ഇത് മൊത്തം PR ഗിമിക്സ് ആണ്, റീൽസ് ആണ്. ഇതിനകത്തൊന്നും റിയാലിറ്റി ഇല്ല. ഇത് ഈ ഗിമിക്കുകളെല്ലാം ഉണ്ടാക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങൾ ആരും കേട്ടില്ല. ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. കൊട്ടയിലും കൊള്ളത്തില്ല, മറ്റേ സംഭവത്തിലും കൊള്ളത്തില്ല എന്ന് പറയുന്ന അവസ്ഥയിലായ കാര്യങ്ങൾ. ഇവനെ ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇവനെ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. ഈ പാർട്ടിക്ക് പോലും പിടുത്തമില്ലാത്ത ഒരുത്തനെ ഈ കേരള സംസ്ഥാനത്തിന് ഭരണം ഏൽപ്പിച്ചാൽ എന്താവും അവസ്ഥ? ഇവനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ തീവ്രവാദികൾ, ഈ മാഫിയകൾ, ഇവന് വേണ്ടുന്ന സകല സംരക്ഷണവും അവർ കൊടുക്കും. അവർ ഇവനെ മുന്നിൽ നിർത്തി ഇവർ ഈ കേരളത്തെ മുഴുവൻ വിറ്റുതുലയ്ക്കും. നമ്മുടെ സീപോർട്ടും എയർപോർട്ടും എല്ലാം ഇവന്മാർ കസ്റ്റമാക്കി. ഇനി ഇൻഷുറൻസ് മേഖല ഇവന്മാർ കൊണ്ടുപോകും, റെയിൽവേ കൊണ്ടുപോകും, ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ടുപോകും. കണ്ണായ സ്ഥലങ്ങളിലുള്ള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ ഇവന്മാർ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യും. അദാനിമാരും അംബാനിമാരും യൂസഫ് അലിമാരും ഇവിടെ തേർവാഴ്ച നടത്തും. ഇവിടുത്തെ പാവപ്പെട്ടവൻ, തട്ടുകട നടത്തുന്നവൻ 5000 രൂപ മുടക്കി ഒരു ഗ്യാസ് കുറ്റിക്ക് വേണ്ടി ഇവിടെ തേരാപ്പാര നടക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും. അതുണ്ടാവണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. സ്വന്തം പാർട്ടിയെ പോലും സ്നേഹിക്കാത്ത, സ്വന്തം കൂടപ്പുറപ്പുകളെ പോലും സ്നേഹിക്കാത്ത, സ്വന്തം പാർട്ടി അധ്യക്ഷന്മാരെ പോലും അനുസരിക്കാത്ത ഈ നാണം കെട്ടവന്മാർ ഈ വരുന്ന 5 ദിവസം എന്തുണ്ടാകും? ഇവരെങ്ങനെ ഈ സംസ്ഥാനത്തെ ഭരിക്കും? എങ്ങനെ ഭരിക്കും? അതുപോലെ തന്നെ ഇവന്മാരുടെ കയ്യിലിരിപ്പും ഇവന്മാരുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് ഇവന്മാർ ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ആയിട്ട് കാണിച്ച കാര്യങ്ങൾ കേരളത്തെ ചോരക്കളമാക്കും, കേരളത്തെ പോർക്കളമാക്കും, കേരളത്തെ സമരക്കളമാക്കും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും BJP പ്രസ്ഥാനങ്ങളും അടുത്ത ദിവസം മുതൽ തെരുവിലിറങ്ങും. കാരണം ഇവന്മാരുടെ പിടിപ്പേടുകൾ, അധികാരം കിട്ടുവാൻ വേണ്ടി ഇവന്മാർ വിളിച്ചു പറഞ്ഞ മണ്ടത്തരങ്ങൾ ഓർക്കുക. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന് ഇവന്മാർ വീമ്പിളക്കി. KSRTC-യുടെ അവസ്ഥ നമുക്കറിയാം. കോടിക്കണക്കിന്, 100 കണക്കിന് കോടിയുടെ കടബാധ്യത, ശമ്പളം കൊടുക്കുവാൻ മാർഗമില്ല, പലതും കണ്ടം ചെയ്യാറായ വണ്ടികൾ, കാര്യപ്രാപ്തിയില്ലാത്ത ഓവർ സ്റ്റാഫിംഗ്, ഇപ്രകാരം ഓടുന്ന ഒരു വെള്ളാനയെ വെച്ചിട്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ടന്മാർ ഒരു മാനദണ്ഡവും ഒരു ക്ലോസും അതിന് വെച്ചിട്ടില്ല. കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കുട്ടികൾ മുതൽ വാർദ്ധക്യം വരെയുള്ളവരാണ് സ്ത്രീകൾ. അത് എവിടെ മുതൽ എവിടെ വരെ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ തീരുമാനിക്കുകയാണ്, നമുക്ക് സൗജന്യ യാത്രയാണ്. നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നമുക്ക് ഉല്ലാസയാത്ര പോകാം. ഏതൊക്കെ വണ്ടികളാണെന്ന് ക്ലാസ് ചെയ്തിട്ടില്ല. അത് ഓർഡിനറി വണ്ടിയാണോ, ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടികളാണോ, സൂപ്പർ ഫാസ്റ്റ് ആണോ, അതല്ലെങ്കിൽ ഗരുഡയാണോ, ഇവിടെ വോൾവോ ആണോ, എയർബസ് ആണോ? ഇത്തരം വാഹനങ്ങളിൽ ഇത് നിഷിദ്ധമാണ്, ഞങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വാഹനങ്ങളിൽ ഗരുഡ സർവീസിൽ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. KSRTC-യുടെ അണ്ടറിലുള്ള ഏത് വാഹനത്തിലും കേരളത്തിലെ സ്ത്രീകൾ കയറിയാൽ അവർക്ക് കൺസെഷൻ കൊടുക്കുവാൻ, സൗജന്യ യാത്ര നൽകുവാൻ ഇവർ ബാധ്യസ്ഥരാണ്. എന്തൊരു മണ്ടത്തരമാണ്! തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന, അതല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആ വാഹനങ്ങളിൽ സ്ത്രീകൾ എപ്പോഴും സാധാരണ ഒരു പകുതിയിലധികം സ്ത്രീകളായിരിക്കും. IT പ്രൊഫഷണലുകളും മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ. ഇവരൊക്കെ സൗജന്യമായി യാത്ര ചെയ്യുവാൻ ചെല്ലുമ്പോൾ സൗജന്യമായി കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ തെരുവുകൾ യുദ്ധക്കളമായി മാറും. ഇതിനെ അവസരമാക്കി ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയും പിടിപ്പുകേട്, അത്രയും മണ്ടത്തരമാണ് ഇവന്മാർ പ്രഖ്യാപിച്ചത്. ഈ KSRTC-യിൽ ഇപ്രകാരം ഒരു സംവിധാനം കൊടുക്കുമെന്ന് ഇവർ പറഞ്ഞു. അത് കൊടുക്കും. ഇവർ എങ്ങനെ കൊടുക്കും? ഇതിനൊക്കെ എങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കും? ഇതിനൊക്കെ എങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാക്കും? ഇതിനൊക്കെ ഒരു മാനദണ്ഡം വേണ്ടേ? ഇത് ആലോചിക്കുവാൻ പോലും ബോധമില്ലാത്ത ഈ പൊട്ടന്മാരാണ് ആരോ എഴുതി കൊടുത്ത, ഏതോ തെമ്മാടി എഴുതി കൊടുത്ത, ഏതവനോ കഞ്ചാവോ MDMA വലിച്ചിട്ട് തയ്യാറാക്കി കൊടുത്ത ഈ കുറിപ്പെടുത്ത് ഈ പൊട്ടൻ പപ്പു ചെറുക്കൻ ഇവിടെ വായിച്ചു. ഇത് വായിച്ച കേരളത്തിലെ ജനങ്ങൾ ഇവന്മാരെ വോട്ട് ചെയ്തു. ഇനി ഇല്ല എന്ന് പറയാൻ പറ്റുമോ?
ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കതറിട്ട് ഒരുത്തനും ഇവിടെ റോഡിൽ ഇറങ്ങില്ല. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പഠിക്കുവാൻ 1000 രൂപ വെച്ച് നൽകുമെന്ന് പറഞ്ഞു. അതേത് കോഴ്സുകളാണെന്നോ എന്തൊക്കെയാണെന്നോ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. എത്ര ലക്ഷം പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. ആ പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് ലഭിച്ചില്ലെങ്കിൽ ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ്, ആദ്യത്തെ മാസം മുതൽ ഇവിടെ തെരുവിൽ വിദ്യാർത്ഥി സംഘടനകൾ, ഇവിടെ യുദ്ധം, ഇവിടെ സമരങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യയന വർഷം ആരംഭിക്കുന്ന ആ ദിനം മുതൽ തന്നെ അവർക്ക് വേണ്ടുന്ന ഇവർ പ്രഖ്യാപിച്ച ആ സ്കോളർഷിപ്പ് ലഭിച്ചില്ല എങ്കിൽ പെൺകുട്ടികൾ തെരുവിലിറങ്ങുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ ആ പാവപ്പെട്ട ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇവർ ഇൻഷുറൻസ് പരിരക്ഷ ആരംഭിക്കുമെന്ന് പറഞ്ഞു. ആ ഇൻഷുറൻസ് പരിരക്ഷ കൊടുത്തില്ല എങ്കിൽ കുഴിയിൽ കിടക്കുന്ന ഉമ്മൻചാണ്ടി വരെ തുമ്മി ഊപ്പാട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ 3000 രൂപ പെൻഷനാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് ഏതാണ്ട് 63 ലക്ഷത്തോളം ഉപഭോക്താക്കളുണ്ട് പ്രതിമാസ പെൻഷൻ മേടിക്കുന്നവർ. ആ 63 ലക്ഷം രൂപ പേർക്ക് 3000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ എവിടുന്ന് റവന്യൂ കണ്ടെത്തും? എവിടുന്ന് കണ്ടെത്തും? ഇതൊക്കെ വലിയ പ്രതിസന്ധികളാണ് ഇനി വരാൻ ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്നത്. ഇങ്ങനെ ആലോചനയില്ലാതെ, ഗ്രൗണ്ട് വർക്ക് ഇല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് റവന്യൂ എങ്ങനെ സോഴ്സ് കണ്ടെത്തുന്നുവെന്നറിയാത്ത ഈ മണ്ടന്മാർ ഇതൊക്കെ എങ്ങനെ നടത്തിയെടുക്കും എന്നാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം കിടന്ന ആശമാരുടെ സമ്മേളനത്തിൽ വന്ന് അന്നേരം കയ്യടി നേടാൻ ഇയാൾ വിളിച്ചു പറഞ്ഞു, ക്യാബിനറ്റിന്റെ ആദ്യ മീറ്റിംഗിൽ ആശമാർക്ക് അനുകൂലമായ ഡിസിഷൻ ഞങ്ങൾ എടുക്കും. ഓരോരുത്തരെയും ശമ്പളം 21,000 രൂപയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു. ജനങ്ങൾ കാത്തിരിക്കുന്നത് ഈ UDFന്റെ ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ ആശമാർക്കുടെ ശമ്പളം 21,000 രൂപയാക്കി മാറ്റുമോ എന്ന ആ കന്നി പ്രഖ്യാപനം നടക്കുമോ ഇല്ലയോ ആന്ന്. ഇതുപോലുള്ള എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ! ഇതിനെല്ലാം കൃത്യമായി ഒരു പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി ഞങ്ങൾ ഉണ്ടാവും. ITV ന്യൂസ് കൃത്യമായ കണക്കുകളോടെ, ഡേറ്റകളോടെ, നിങ്ങൾ പറഞ്ഞ തീയതികളുമായി ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ, യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനുള്ളത്. പക്ഷേ തുടക്കം തന്നെ പാളിയ ഒരവസ്ഥ. ഒന്ന് ഓർക്കുക, ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു നല്ല തുടക്കമുണ്ടായാൽ അത് പാതി നന്നായി എന്ന് നമ്മൾ പറയും, ഇല്ലേ? ഇത് തുടക്കം തന്നെ പാളി. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നോക്കുക, യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് വന്ന് ഒരു പുതിയ മൂവ്മെന്റ് ഉണ്ടാക്കി, TVK എന്ന പേരിൽ ഒരു പ്രസ്ഥാനമുണ്ടാക്കി അദ്ദേഹം മുന്നോട്ട് വന്നു. അയാളെ ഒതുക്കുവാൻ ഇതുപോലുള്ള കൂറ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് ചെയ്തു? അദ്ദേഹം വിളിച്ചു ചേർത്ത ആ വിളംബര ജാഥയിൽ അത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്രകാരം ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ടാക്കി ആ ചെറുപ്പക്കാരനെ തകർക്കുവാൻ നോക്കി. എന്ത് സംഭവിച്ചു? ഇവന്മാരുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ചെറുപ്പക്കാരൻ അത് മൈലേജായി. അതിൻ്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. യാതൊരു പാരമ്പര്യവുമില്ലാത്ത, യാതൊരു ഇസങ്ങളുടെയും പിൻബലമില്ലാത്ത, യാതൊരു തലതൊട്ടപ്പന്മാരുമില്ലാത്ത ആ വിജയ് കളത്തിലിറങ്ങി ആ തട്ടകം കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ചിലപ്പോൾ കാലം കാത്തുവെച്ച കാവ്യനീതിയായിരിക്കാം. ഈ നെറുകെട്ടവന്മാരുടെ ഈ പാർട്ടിസാൻസ് പൊളിറ്റിക്സ് ഏത് കുറ്റിച്ചൂലിനെയും ഈ പാർട്ടിയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിർത്തിയാൽ, ഇങ്ങനെ ജാതി മത സമവാക്യങ്ങളുടെ കീഴിൽ നിർത്തിയാൽ, ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിക്കും എന്ന ആ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത ഈ പരിപാടി, ഈ പാർട്ടിസാൻസ് പൊളിറ്റിക്സ് തകരണം എന്നതിൻ്റെ കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യമാകണം. ഈ 10 ദിവസം അതിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു വലിയ മാറ്റത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോയാൽ ഇത്തരത്തിലുള്ള ഈ നാറിയ ഭരണം, ഞാൻ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്, രാജവെമ്പാല പോയി അണലി വരുന്ന അവസ്ഥ. ഓരോ തവണയും അണലി പോയി രാജവെമ്പാല വരുന്ന അവസ്ഥ. ഇത്തരം ഇവരുടെ ഈ രാജവെമ്പാലയുടെയും അണലിയുടെയും കസരകളിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ സംവിധാനം നമുക്ക് പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞു. അതുകൊണ്ട് ഈ പാർട്ടിസാൻ പൊളിറ്റിക്സ് തകരണമെങ്കിൽ തമിഴ്നാട്ടിൽ സംഭവിച്ചതുപോലെ ഓരോ മേഖലയിലും മിടുക്കുള്ള യുവാക്കന്മാർ കടന്നു വരണം. ഓർക്കുക, ഇതിനൊന്നും വലിയ സന്നാഹങ്ങളോ സംവിധാനങ്ങളോ മുന്നൊരുക്കങ്ങളോ ഒന്നും ആവശ്യമില്ല. ആണൊരുത്തൻ കളത്തിലിറങ്ങിയാൽ
കളത്തിലിറങ്ങിയാൽ അവന് കളം പിടിച്ചെടുക്കാമെന്ന് ഇതാ തമിഴ്നാട് നമ്മളെ കാണിച്ചു തന്നു. ആ തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായ ബുദ്ധിയും വകതിരുവെങ്കിലും കേരളത്തിലെ ഈ സോ കോൾഡ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന 100% ലിറ്ററസി ഉണ്ടെന്ന് പറയുന്ന ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസെന്ന് അവകാശപ്പെടുന്ന ഈ നമുക്ക് ഇനിയെങ്കിലും തലയിൽ വെളിച്ചമുതിക്കേണ്ടുന്ന കാലം കഴിഞ്ഞു. ഇവന്മാരെല്ലാം ചേർന്ന്, ഈ മതരാഷ്ട്രീയ നേതാക്കന്മാർ ചേർന്ന്, മതനേതാക്കന്മാർ നമ്മളെ അടിമവിശ്വാസികളായും ഈ രാഷ്ട്രീയക്കാരന്മാർ നമ്മളെ അണികളായും കാലാകാലങ്ങളായി വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടിമത്തത്തിൽ നിന്നും ഈ നുഖത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ സംവിധാനത്തെ പൊളിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു. അതിനായുള്ള ഒരു തയ്യാറെടുപ്പിന് ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ വീണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവന്മാരുടെ ഈ കോക്കാം ബീച്ചുകളൊക്കെ സൈഡിൽ നടക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ കൈവിടാൻ പാടില്ല. ഇവനെയൊക്കെ തൂത്തെറിയുവാൻ നമ്മുടെ ഈ ചൂണ്ടുവിരൽ മതി. അത് നമുക്ക് ഉപയോഗിക്കണം. അതുകൊണ്ട് വീണ്ടും കേരളത്തിലെ ജനങ്ങളെ പ്രതി ഇവന്മാർക്ക് കൊടുക്കുന്ന ഒരു അൾട്ടിമേറ്റം എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. ഇനിയും ഈ 10 ദിവസം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചു. ഇനി ഞങ്ങൾ കാത്തിരിക്കില്ല. നാളെ മുതൽ കേരളത്തിലെ ജനങ്ങൾ തെരുവിലെറിയും. നീയൊക്കെ കതറിയിട്ട് ഏതവനേലും വഴിയിൽ കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് നന്നാകുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.